നമ്മുടെ മക്കളുടെ ഈമാൻ നശിപ്പിക്കുന്ന തരത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന മദ്രസ സംവിധാനങ്ങളിലേക്ക് പറഞ്ഞയക്കരുത്. ബിദ്അത്തുകാരന്റെ മദ്രസയിലേക്ക്, പുത്തൻവാദിയുടെ മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കരുത്. അതിലൂടെ അവന്റെ ഈമാനിനെയാണ് നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത്. ഗൗരവമായി മനസ്സിലാക്കാനാണ്. നമ്മുടെ മക്കൾ നന്നാകാനാണല്ലോ നമ്മൾ മദ്രസ വിടുന്നത്. അത് പുത്തൻവാദിയുടെ മദ്രസയിലായാലോ, അവിടെ TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിനെ കടത്തിവെട്ടുന്ന സംവിധാനങ്ങൾ ഇന്ന് മദ്രസകളിലുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഭൗതിക സൗകര്യങ്ങൾ അവിടെ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് പുത്തൻവാദികളുടെ മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്ന ഉപ്പമാരെ, എന്നെ കേൾക്കുന്ന വല്യുപ്പമാരെ, നിങ്ങൾ ആ കുഞ്ഞിന്റെ ഈമാനിനെയാണ് നശിപ്പിച്ചു കളയുന്നത് എന്ന് ഓർമ്മ വേണം. ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് ആ മദ്രസയിലേക്ക് ചെല്ലുമ്പോ പുത്തൻവാദിയുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ നിന്നെ കൈ പിടിച്ചുകൊണ്ട് വന്ന വാപ്പ മുശ്രിക്കാണ് എന്നാണ്. ആ വാപ്പയുടെ വാപ്പയില്ലേ, ആ വാപ്പയുടെ വല്യുപ്പമാര് തലമുറകളില്ലേ, കണ്ടന്തരപ്പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവർ, നമ്മുടെ പള്ളികളുടെ ഖബർസ്ഥാനുകളിൽ കിടക്കുന്ന വല്യുപ്പമാരില്ലേ, അവരൊക്കെ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് പറയുന്ന മദ്രസ സംവിധാനങ്ങളിൽ കൊണ്ടുപോയിരുത്തി നിങ്ങളുടെ മകന് എന്ത് ഈമാൻ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവൻ പിന്നെ എന്തുകൊണ്ടാ പള്ളിയത്ത് കയറിയിട്ട് വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് വരാത്തത്? അവൻ മദ്രസയിൽ പഠിച്ചത് ഈ പള്ളിയത്ത് സ്വലാത്തും ദിക്റും മൗലിദും മാലയൊക്കെ ചൊല്ലി മരണപ്പെട്ടുപോയ, കെലിമ ചൊല്ലി മരിച്ച വല്യുപ്പമാരൊക്കെ മുശ്രിക്കും കാഫിറുമാണ്. എന്തിനാണ് ഈ മുശ്രിക്കിന്റെയും കാഫിറിന്റെയും ഖബറിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞത്?